രാവിലെ ഒരു 8 മണിയോട് കൂടി ഞാനും പൊന്നിയും ദേ കുളിച്ചൊരുങ്ങി റെഡിയായിട്ട് നിൽക്കുകയാണ്. അച്ഛതെ എണ്ണീച്ച് വന്നിട്ടുള്ള നിപ്പാണ്. ഞാൻ എന്ത് ചെയ്യണം, എവിടുന്ന് തുടങ്ങണം, എതിലേ പോകണമെന്നൊക്കെ. അപ്പം രാവിലെ അച്ഛയ്ക്ക് ഞങ്ങളുടെ കൂട്ടത്തിൽ വരാൻ പ്ലാൻ ഉണ്ടായിരുന്നു. ഇന്നലെ വരെ പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷേ രാവിലെ എണ്ണീച്ചപ്പോൾ ആൾ ആ പ്ലാനങ്ങ് മാറ്റി. നിങ്ങൾ പോയിട്ട് പോകാൻ, ഞാൻ പകുതിക്ക് ജോയിൻ ചെയ്തോളാം എന്ന് പറഞ്ഞു. ഓക്കെ, അങ്ങനെയെങ്കിൽ അങ്ങനെ, ഞങ്ങളെ നിർബന്ധിച്ചില്ല. അപ്പോൾ അതേ ഇങ്ങനെ സന്തോഷത്തോടു കൂടി ഞങ്ങൾ ഈ പോക്ക് പോകുന്നത് എങ്ങോട്ടാണെന്നല്ലേ, ഒരു 6 മാസത്തെ കാത്തിരിപ്പിന് ശേഷം ഞങ്ങൾക്കൊരു അപ്പോയിൻമെൻറ്റ് കിട്ടി ഔസ്ലാൻഡ് ബഹോഡയിൽ. കൊച്ചിൻ്റെ പൊന്നിയുടെ ആണെന്നുണ്ടെങ്കിൽ വിസ പുതുക്കാനായിട്ട് കൊടുത്തിട്ട്, അപ്പം വിസ പുതുക്കി എൻ്റെ കാർഡ് തരാനായിട്ട് വേണ്ടിയിട്ട് വിളിച്ചതാണ്. അപ്പം അതിനുവേണ്ടി പോവുകയാണ്. അതാണ് കുറേ നല്ലതായിട്ട് ടെൻഷൻ അടിച്ചിരുന്നിട്ട് അതിനുവേണ്ടി അതിനുവേണ്ടി പോയപ്പോഴത്തേനും ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. ഞങ്ങൾ ഭയങ്കര സന്തോഷത്തോടു കൂടിയാണ് പോകുന്നത്. പിന്നെ ഈ ക്യാപ്പും മാസ്കും ഇതൊന്നും കണ്ടിട്ട് പേടിക്കേണ്ട. ഈ പുള്ളി ഒരു താളത്തിനങ്ങ് വെച്ചതെന്ന് തോന്നും. കാരണം എന്നും കിൻഡർഗാർട്ടനിൽ പോകുമ്പോൾ ഇത് വെച്ച് പോയി ശീലിച്ച് കഴിഞ്ഞ 6 മാസമായിട്ട് വെച്ചുകൊണ്ട് നടക്കുമല്ലായിരുന്നു. കൊച്ചിന് തലേന്ന് ഊരാൻ പറ്റുന്നില്ല. അതില്ലാതെ പുറത്തിറങ്ങുമ്പോൾ ഒരു ഭയങ്കര അസ്വസ്ഥത എന്ന് പറഞ്ഞില്ലേ. ഇപ്പോൾ ഇവിടെ ഒരു നോർമൽ ടെമ്പറേച്ചറായി വരും അടുത്ത്. ഇത് മഴയും മഞ്ഞും കാറ്റും ഇങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കുമെന്ന് പറഞ്ഞ പോലെ ഇനിയും തണുപ്പൊക്കെ ആണെങ്കിലും ഇതൊരു വെറും കളിപ്പീരൊക്കെ തന്നെയാണ്. അവിടുന്ന് ഞങ്ങൾക്ക് ഇവിടെ തൊട്ടടുത്തൊക്കെ തന്നെയാണ് കേട്ടോ. അവിടെ ചെന്ന് ഞങ്ങൾ അവിടുന്ന് ബസ്സും കയറി ഈ കെട്ടിടമാണ് ഞങ്ങൾക്ക് പോകേണ്ട സ്ഥലം. ഇവിടെ ചെന്നിട്ട് വേണം. ഈ കെട്ടിടത്തിന് ഇത്രയും വലുപ്പം ഉണ്ടെങ്കിൽ ഇതിനകത്ത് സർവീസിന് വളരെ ചെറിയ ഒരു അടുപ്പം മാത്രമേ ഉള്ളൂ കേട്ടോ. അവിടെ നിന്ന് വീണ്ടും കാത്തിരിപ്പിന് ശേഷം ഞങ്ങൾ മോളിൽ കയറിയിരിപ്പാണ്. ഇനി അവിടെ വന്ന് ആരെങ്കിലും ഞങ്ങളുടെ പേര് വിളിക്കണം, എന്നാലേ അടുത്ത ഇതിലേക്ക് എൻട്രി കിട്ടത്തുള്ളൂ. അങ്ങനെ ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. കാർഡൊക്കെ ഒരു പേപ്പറൊക്കെ കയ്യിൽ തന്ന് ഞങ്ങൾ അതും കൊണ്ട് തിരിച്ചിറങ്ങുകയാണ്. അത് കയ്യിലോട്ട് കിട്ടിയപ്പം ഭയങ്കര ഒരു സംതൃപ്തി ഉണ്ടല്ലോ. രക്ഷപ്പെട്ടു, ടെൻഷൻ അടിച്ചതിന് ഒരു 6 മാസത്തെ ടെൻഷൻ കഴിഞ്ഞ് വിടുന്ന ഒരു റിലാക്സ് ഉണ്ടല്ലോ, ആ ഒരു റിലാക്സ് ആയിരുന്നു. അവിടെ നിന്ന് ഇനിയുണ്ട്. ഇനി അടുത്ത വർഷം ഞങ്ങളുടെ എല്ലാവരുടെയും പുതുക്കണം. അതിന് വീണ്ടും ഞങ്ങൾ ടെൻഷൻ അടിക്കണം. അപ്പോൾ അങ്ങനെ പോയിട്ട് ഞങ്ങൾ അവിടുന്ന് വണ്ടി കയറിയിട്ട് തിരിച്ച് റെയിൽവേ സ്റ്റേഷനിലേക്ക് വരുവാണ്. വലിയ പ്ലാനിങ് ഒക്കെ ഉണ്ട്. റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള നടപ്പും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ എപ്പോൾ പോയാലും ഇപ്പോൾ ഒരു ബാഗൊക്കെ തൂക്കിക്കൊണ്ടാണ് പോകുന്നത്. ഒന്നാമതെ അവിടെ പോകാനുള്ള ഡോക്യുമെൻറ്റ്സ് എടുക്കണം. രണ്ടാമത് ഇതിൻ്റെ ഇവിടെ തണുപ്പൊക്കെ മാറി നിൽക്കുന്നതുകൊണ്ട് തന്നെ ഈ പുള്ളിക്ക് എപ്പോഴും ദാഹമായിരിക്കും. തിരിഞ്ഞും മറിഞ്ഞും എവിടെ ഒരു വെൻഡേ മെഷീൻ കണ്ടാലും അപ്പോൾ പുള്ളിക്ക് ഭയങ്കര ദാഹമായിരിക്കും. അപ്പോൾ പുള്ളീനെ കളിപ്പിക്കാനും പുള്ളിക്ക് വെള്ളം കൊടുക്കാനും വേണ്ടിയിട്ട് എപ്പോഴും ഞങ്ങളൊരു ബാഗും അതിനകത്ത് വെള്ളവുമായിട്ടായിരിക്കും നടക്കുന്നത്. പിന്നെ അവിടെ വന്ന് കയറിയപ്പോഴാണ് അച്ഛൻ അവിടെ വന്ന് നിൽക്കുന്ന ഈ പുള്ളി കണ്ടത്. ഏതാണ്ട് വർഷങ്ങളായി കൂടിയിരുന്ന് കാണുന്ന പോലെ ഒരു ഭയങ്കര സ്നേഹപ്രകടനമായിരുന്നു ഈ 1 മണിക്കൂറിന് ശേഷം അച്ഛയെ കണ്ടപ്പോഴത്തേക്കിന്. അങ്ങനെ ഞങ്ങൾ പകുതി എത്തിയപ്പോഴത്തേക്കിനും അച്ഛയും അവിടെ റെഡിയായി ഞങ്ങളുടെ പുറകിനുള്ള ട്രെയിന് പതുക്കെ അവിടെ ഞങ്ങൾ നോക്കി നിൽക്കുമായിരുന്നു. ഇനി ഇവിടുന്ന് ഞങ്ങൾ ഇനി ഒരു ട്രെയിൻ നോക്കി നിൽപ്പാണ്. ഈ വരുന്ന ട്രെയിൻ ഉണ്ടല്ലോ, അതാണ് ഞങ്ങൾക്ക് പോകാനുള്ള ട്രെയിന്. ഇതിവിടെ വരെയുള്ള ട്രെയിനാണ്. ഇതേ കയറി ഇനി ഞങ്ങൾക്ക് എത്താനുള്ള സ്ഥലത്തേക്ക് എത്തണം. ഭയങ്കര വലിയ പ്ലാനിങ് ഒക്കെയാണ്. അകത്ത് കയറി കഴിഞ്ഞപ്പോഴത്തേന് കൊച്ചിന് ഭയങ്കര അസ്വസ്ഥതകളായി. അമ്മ ചൂട് കൂടി. ഇത് ക്യാബ് ആദ്യം തന്നെ ഊരിക്കളഞ്ഞു. രണ്ടാമത് ഇതൊക്കെ ഹാൻഡ് ഷൂ ഒക്കെ ഊരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ ഇപ്പോൾ ഓരോരുത്തരുടെ ബാഗിൽ കയറും. പിന്നെ ഭയങ്കര ക്ഷീണം അത് വലുതായിട്ടൊന്നും കാണിക്കുന്നില്ല. പുള്ളിക്ക് എന്തെങ്കിലുമൊക്കെ പുറത്തു പോയി കഴിഞ്ഞാൽ മേടിച്ച് കഴിക്കണം. അതിനു വേണ്ടിയുള്ള എക്സ്ട്രാ ക്ഷീണങ്ങളൊക്കെ വാരി വിതറുന്നതാണ്. കുറച്ച് കഴിയുമ്പോൾ പുള്ളി വീണ്ടും അതങ്ങ് ആക്റ്റീവാകും. അത് മറന്നു പോയി കഴിയുമ്പോൾ തന്നെ ആക്റ്റീവാകും. ഇതുപോലെ കഴിഞ്ഞ ദിവസം എനിക്കൊരു പണി കിട്ടിയതാണേ. ഇവിടെ ഒരാൾ കാലൊന്ന് തെന്നിയപ്പോൾ ഭയങ്കര വേദനയെന്ന് പറഞ്ഞുകൊണ്ട് വലിയ ആക്ഷനൊക്കെ കാണിച്ചു. ഞാനത് സത്യമെന്നൊക്കെ വിചാരിച്ചു. ചെറിയ വേദന ഉണ്ടായിരുന്നൊക്കെ ഞാനത് സത്യമൊക്കെയാണെന്ന് വിചാരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കിനും ഒരു വെള്ളിയാഴ്ചയാണ് പറ്റിയത്. അപ്പോൾ ശനി ഞായറും ഡോക്ടറില്ല. തിങ്കളാഴ്ച ഡോക്ടറിൻ്റെ അടുക്കൽ പോയി. ഡോക്ടർ കാര്യമായിട്ട് വർത്തമാനം പറഞ്ഞിട്ട് നടന്നോളം പറഞ്ഞപ്പം ആൾ മാന്യമായിട്ട് നടന്നു പോയ വ്യക്തിയാണ്. അപ്പം അതുപോലെ ഇച്ചിരി അഭിനയം കൂടുതലുള്ള വ്യക്തിയാണ് കയ്യിൽ. അതുകൊണ്ട് തന്നെ ഇച്ചിരി ക്ഷീണമൊക്കെ കൂടുതലായിട്ട് എൻ്റെ കൊച്ച് അഭിനയിക്കും. അങ്ങനെ എൻ്റെ കൊച്ചിനെയാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് പിന്നെയാണ് പുള്ളി അതിൽ നിന്ന് അങ്ങ് ഡൈവേർട്ടായി. പിന്നെ പല ചോദ്യങ്ങളായി. പുറത്തെ ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കിന് അത് എങ്ങനെ വരുന്നു, അത് എന്തിനു വെച്ചിരിക്കുന്നു, അത് എന്തിൻ്റെയാണ്, ഭയങ്കര ക്വസ്റ്റ്യൻസൊക്കെ ആയി. പിന്നെ ഇപ്പം ലെറ്റേഴ്സൊക്കെ പഠിച്ചുകൊണ്ട് ഇപ്പം ഭയങ്കര വായിക്കാനുള്ള ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനത്തെ കുറേ പരിപാടികളും കാര്യങ്ങളുമാണ്. പിന്നെ ഈ ചോദ്യങ്ങളുണ്ടല്ലോ, ചില ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഗൂഗിളിൽ നോക്കിയാൽ പോലും ഉത്തരം കിട്ടാതെ ചില നേരത്തെ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് വന്നുകൊണ്ടിരിക്കും. എന്തെങ്കിലുമൊക്കെ ഉത്തരം പറഞ്ഞു ഒഴിഞ്ഞാൽ പോരാ. അതിന് യഥാർത്ഥ ഉത്തരം തന്നെ പറഞ്ഞു ഒഴിയണമെന്ന് ചില നേരങ്ങളിലുണ്ട്. ചിലത് നമുക്കറിയില്ല. അറിയാവുന്നതാണെന്നുണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കാറൊക്കെ ഉണ്ട് കേട്ടോ. പണ്ട് ഞാനൊക്കെ ഈ ചോദ്യം എൻ്റെ അമ്മയോട് ചോദിച്ചിരുന്നു. പോയി പണി നോക്കടി, എന്നോടാണോട് ചോദ്യം ചോദിക്കുന്നത്, എന്നോടാണോട് ഇങ്ങനെ പറയുന്നത്. എൻ്റെ അമ്മ അച്ഛനും ഇപ്പോഴും വേണമെന്നുണ്ടെങ്കിലും ചില ചോദ്യങ്ങൾക്ക് ഇങ്ങനത്തെ ഉത്തരങ്ങൾ പറയാറുണ്ട്. പക്ഷെ അങ്ങനെ ഒരു ഉത്തരം കൊടുക്കലെന്ന് എനിക്ക് ആഗ്രഹമുള്ളത് കൊണ്ട് പരമാവധി പറ്റിയ ഉത്തരങ്ങൾ ഞാൻ കൊടുക്കാറുണ്ട്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും അത് ശ്രമിക്കാറുണ്ട്. അങ്ങനെ ഒരു ചോദ്യം വേണ്ട, അങ്ങനെ ഒരു ഉത്തരം ഞങ്ങൾക്ക് ഒരിക്കലും വേണ്ട എന്നുള്ള രീതിയിൽ.
ആ പുള്ളി അത് മാന്യമായി തന്നെ ലാക്കാക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് ഒരു 5 മിനിറ്റ് അവിടെ നിന്നതിന് ശേഷം ഞങ്ങളുടെ ട്രെയിൻ മുന്നോട്ട് നീങ്ങി തുടങ്ങി. ഞങ്ങൾ എല്ലാവരും തന്നെ കാഴ്ചകളിലേക്ക് ഇങ്ങനെ നോക്കിയിരുന്നു. അപ്പോൾ ട്രെയിൻ ഇങ്ങനെ പോകുന്ന വഴിക്ക് കാഴ്ച കണ്ടിരിക്കാൻ അതിനും ഒരു സുഖം വന്ന് വേറെ തന്നെയാണ്. അപ്പോൾ ഞങ്ങൾ അടുത്ത സ്റ്റോപ്പിൽ വന്നിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അപ്പം എല്ലായിടത്തും കാണുന്ന ഓരോ കാര്യത്തിനും അമ്മ ഇവിടെയാണോ ഇറങ്ങേണ്ടത് അവിടെയാണോ. അപ്പോൾ ഇതങ്ങോട്ട് കെട്ടിടം കണ്ടു കഴിയുമ്പോൾ ഒരു സമാധാനമാണ്. ഫ്രാങ്ക്ഫർട്ട് എത്തി. വലിയ ദൂരമൊന്നുമില്ല, ഒരു 15-20 മിനിറ്റേ ഉള്ളൂ. 20 മിനിറ്റ് കൊണ്ട് ഫ്രാങ്ക്ഫർട്ട് എത്തും. എന്നാലും ഈ കെട്ടിടങ്ങളൊക്കെ കാണുമ്പോൾ നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്തിൻ്റെ പകുതി എത്തിയെന്നൊരു ആഗ്രഹമൊക്കെ ഇല്ലേ. അവിടെ നിന്ന് ഇറങ്ങി ഇവിടെ ഒരാൾക്ക് ഉറക്കമൊക്കെ വന്ന് തൂങ്ങിയിപ്പോണ്ട്. അപ്പം ഞങ്ങൾ ഉറങ്ങിക്കഴിഞ്ഞാൽ ട്രെയിനിൽ ഇട്ടിട്ട് പോകുമെന്ന് പറഞ്ഞുകൊണ്ട് ആൾക്കൊരു പേടിയുണ്ട്. അതുകൊണ്ട് സങ്കടപ്പെട്ട് കണ്ണടക്കായിരിക്കുകയാണ്. അതുകൊണ്ട് ഈ സഞ്ചി കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് നിറച്ച് സാധനമാണ്. പക്ഷെ വെറുതെ ആയിരുന്നു. ഞങ്ങളത് മീൻ മേടിക്കാൻ പോയതാണ്. ഇവിടുന്ന് കുറേ ദൂരം സഞ്ചരിച്ച് അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലായത് ഇന്ന് മാർക്കറ്റ് അവധിയായിരുന്നു. അവസാനം ഈ സഞ്ചി മാത്രം തിരിച്ച് കൊണ്ടുവരേണ്ട അവസ്ഥയായി, അതിനകത്തൊന്നുമില്ലാതെ. അങ്ങനെയാണ് ഞങ്ങൾക്ക് ഈ പ്രാവശ്യം ഒരു പണി പറ്റിയത്. എന്തായാലും ആഗ്രഹവും പ്ലാനിങ്ങും ഒക്കെ വെറുതെ ആയിപ്പോയി ഞങ്ങളുടേത്.